ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കാര്യമായ മാറ്റങ്ങൾ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തും എന്നാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ അഭിക് ചാറ്റർജി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ വലിയ ചലനങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ചില താരങ്ങൾക്ക് വേണ്ടിയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ മറ്റു പല ക്ലബ്ബുകളും അവരെ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും മഞ്ഞപ്പട കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വാണിംഗ് രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മഞ്ഞപ്പട ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. തങ്ങളുടെ പ്രതിഷേധം ഒരിക്കൽ കൂടി അവർ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ വാഗ്ദാനങ്ങളിൽ വീഴില്ല, പഞ്ചാര വാക്കുകളിൽ വീഴില്ല എന്ന കാര്യം മഞ്ഞപ്പട തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ക്ലബിന്റെ നല്ല സമയത്തും മോശം സമയത്തും കൂടെ നിന്നവരാണ് ഞങ്ങൾ. ഹൃദയം തകർക്കുന്ന തോൽവികളിലും ദുരന്തങ്ങളിലും ഞങ്ങൾ ക്ലബിനോടൊപ്പം നിലകൊണ്ടിട്ടുണ്ട്. ക്ലബിന് വേണ്ടി ആർപ്പ് വിളിക്കുകയും ക്ലബിന് വേണ്ടി കരയുകയും ലോയലായി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ? കടുത്ത ആരാധകർ പോലും നിരാശയിലാണ്. എന്താണ് ഞങ്ങൾക്ക് ക്ലബിൽ നിന്നും തിരികെ കിട്ടുന്നത്? മൗനം, ന്യായീകരണങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ. ഞങ്ങൾ അത്ഭുതങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ സമ്പാദിച്ചത്, ഏൺ ചെയ്തത് എന്താണോ അതാണ് ഞങ്ങൾ തിരികെ ആവശ്യപ്പെടുന്നത്. നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീം, നന്നായി കെയർ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ്, നമ്മുടെ അംബീഷൻ വ്യക്തമാക്കുന്ന ഒരു ട്രാൻസ്ഫർ ജാലകം, ഇതൊക്കെ മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇനി നിങ്ങളുടെ പഞ്ചാര വാക്കുകളിൽ ഞങ്ങൾ വീഴില്ല. സിമ്പതിയുടെ പുറത്തല്ല ഞങ്ങൾ ഇവിടെയുള്ളത്. ഈ ക്ലബിന് വേണ്ടി എല്ലാം നൽകിയ ആരാധകരാണ് ഞങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. സീരിയസ് ആണ് എന്ന് അഭിനയിക്കാതെ സീരിയസ് ആണെന്ന് തെളിയിച്ചു തുടങ്ങുക. ഇതാണ് മഞ്ഞപ്പട തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിലൂടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് ലഭിച്ചിട്ടില്ല. അത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കാര്യങ്ങളെ സങ്കീർണമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ മികച്ച രൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ആരാധകർക്കുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.